നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. നവകേരള സദസ്സ് തുടരുന്നു. 3 ജില്ലകളിൽ പര്യടനം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ പര്യടനം നാളെ ഞായറാഴ്ച പൂർത്തിയാകും. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി ഇതിനകം സംസ്ഥാന സർക്കാർ നടത്തിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കുന്നതിനും സമൂഹത്തിൻ്റെ ചിന്താഗതികൾ അടുത്തറിയുന്നതിനുമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നവകേരള സദസ്സ് 3 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി. കോഴിക്കോട് ജില്ലയിൽ നവംബർ 24-ന് വടകര നാരായണ നഗരം ഗ്രൗണ്ടിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച പ്രഭാത സദസ്സോടെയാണ് നവകേരള സദസ്സിന് തുടക്കമായത്. നാദാപുരം, പേരാമ്പ്ര, കുറ്റ്യാടി, വടകര നിയോജക മണ്ഡലങ്ങളിലെ പര്യടനത്തോടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ ദിവസത്തെ പര്യടനം സമാപിച്ചു. ആദ്യ ദിവസം കോഴിക്കോട് ജില്ലയിൽ നിന്നും 14,852 നിവേദനങ്ങളാണ് ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിലെ നവകേരള സദസ്സിൻ്റെ അവസാന ദിനമായ നവംബർ 26 ഞായറാഴ്ച ഓമശ്ശേരി അമ്പലക്കണ്ടി സ്നേഹതീരം കൺവെൻഷൻ സെൻറ്ററിലെ പ്രഭാത സദസ്സോടെയാണ് നവകേരള സദസ്സ് ആരംഭിക്കുന്നത്. തിരുവമ്പാടി, കൊടുവള്ളി, കുന്ദമംഗലം നിയോജക മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഫറോക്ക് സ്റ്റേഡിയത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ നവകേരള സദസ്സിന് സമാപനമാകുന്നത്. നവകേരള സദസ്സിന് മുന്നോടിയായി രാവിലെ 9 മണിക്ക് ഓരോ മണ്ഡലത്തിലെയും പ്രത്യേക ക്ഷണിതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വിവിധ മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര തിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുന്നതിന് ഓരോ വേദിയിലും സംവിധാനം ഉണ്ടാകും. നവകേരള സദസ്സ് ആരംഭിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് മുതൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങും. മുഴുവൻ പരാതികളും സ്വീകരിക്കുന്നതുവരെ കൗണ്ടറുകൾ പ്രവർത്തിക്കും. പരാതികൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കൗണ്ടറുകളിൽ പ്രദർശിപ്പിക്കും. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ എന്നിവർക്ക് പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കും. ലഭിക്കുന്ന പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള സംവിധാനമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ പരാതികൾക്കും കൈപ്പറ്റ രസീത് നൽകും. പരാതി തീർപ്പാക്കുന്ന മുറയ്ക്ക് തപാലിൽ അറിയിക്കുകയും ചെയ്യും. പരാതികളുടെ സ്ഥിതി www.navakeralasadass.kerala.gov.in നിന്ന് രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ ലഭ്യമാകും. പരാതികളിൽ 2 ആഴ്ചയ്ക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചയ്ക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ ജില്ലാ ഓഫീസർമാർ വകുപ്പ് തല മേധാവി മുഖേന റിപ്പോർട്ട് സമർപ്പിക്കും. ഇത്തരം പരാതികൾ 45 ദിവസത്തിനകം തീർപ്പാക്കും. അപേക്ഷകന് ഇടക്കാല മറുപടിയും നൽകും. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ പൈവളി ഗേയിൽ നവംബർ 18-ന് ആരംഭിച്ച നവകേരള സദസ്സ് 140 നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി ഡിസംബർ 23-ന് വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ സംസ്ഥാന ജവഹർ ബാലഭവൻ അങ്കണത്തിൽ സമാപിക്കും. പട്ടയ മിഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമായി. ഇടുക്കി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ കൈവശ ഭൂമി തിട്ടപ്പെടുത്തൽ രേഖാപരിശോധനയും സർവേയും ആരംഭിച്ചു. കാലങ്ങളായി പതിവ് നടപടികൾ തടസ്സപ്പെട്ട് കിടന്ന ഇടുക്കി ജില്ലയിലെ വിവിധ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിലെ ക്യാച്ച്മെൻറ്റ് ഏരിയകളിലെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് സംസ്ഥാനതല പട്ടയ മിഷന്റെ ഭാഗമായി ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്നതിന് റവന്യൂ രേഖകളുടെ പരിശോധനയും പ്രാരംഭ സർവേ നടപടികളും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആരംഭിച്ചു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ 3 ചെയിൻ പ്രദേശത്തെ സർവേ നടപടികൾ കാഞ്ചിയാർ വില്ലേജിലെ വെള്ളിലാം കണ്ടം ഭാഗത്തും, കല്ലാർകുട്ടി ഡാമിൻ്റെ 10 ചെയിൻ പ്രദേശത്തെ സർവേ നടപടികൾ വെള്ളത്തൂവൽ വില്ലേജിലെ മാങ്കടവ് ഭാഗത്തും, ചെങ്കളം ഡാമിൻ്റെ 10 ചെയിൻ പ്രദേശത്തെ സർവേ നടപടികൾ കുഞ്ചിത്തണ്ണി വില്ലേജിലെ ആനച്ചാൽ ഭാഗത്തും ആരംഭിച്ചു. സർവേ നടപടികൾക്കായി പ്രത്യേകം സർവേ ടീമുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. KSEB അധികൃതരുമായി സംയുക്ത പരിശോധന നടത്തി 1 മാസത്തിനുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുന്നതിനാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സർവേ നടക്കുന്ന സ്ഥലങ്ങൾ ജില്ലാ കളക്ടർ ഷീബ ജോർജ് സന്ദർശിച്ചു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ 7 ചെയിൻ ഭാഗത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈവശക്കാർക്ക് പട്ടയം നൽകിയിരുന്നു. ഒക്ടോബർ 27 മുതൽ ഡിസംബർ 9 വരെ ജില്ലകളിൽ പ്രത്യേക സംശുദ്ധ വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞം 2024 നടക്കുന്നു. ഡിസംബർ 2, 3 തീയതികളിൽ താലൂക്ക് വില്ലേജ് തലങ്ങളിൽ പ്രത്യേകം ക്യാമ്പുകൾ നടത്തപ്പെടുന്നു.
2024 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. നിങ്ങൾക്കും വോട്ടർ പട്ടിക പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുന്നതിനും ആക്ഷേപം നൽകുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക 2024 ജനുവരി 5 പ്രസിദ്ധീകരിക്കുന്നു. തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല 17 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മുൻകൂറായി അപേക്ഷ നൽകാം. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ പോർട്ടൽ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം. റവന്യൂ വകുപ്പ് പുതിയതായി പരിചയപ്പെടുത്തിയ ഒരു ഓൺലൈൻ പോർട്ടലാണ് അലർട്ട്. അനധികൃത പ്രകൃതി ചൂഷണം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ സംവിധാനമാണ് ഇത്. കേരള ലാൻഡ് കൺസർവൻസി ആക്ട്, കേരള നദീതീര സംരക്ഷണ നിയമം എന്നിവയുടെ ലംഘനം, അനധികൃത മണൽ ഖനനം, സർക്കാർ ഭൂമിയിലെ മരം മുറിക്കൽ, അനധികൃതമായ ധാതു ഖനനം എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ റവന്യൂ വകുപ്പിലെ ബന്ധപ്പെട്ട അധികാരികളെ തത്സമയം അറിയിക്കുന്നതിനും അവയിൽ സ്വീകരിച്ച നടപടികൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പോർട്ടലാണ് അലർട്ട്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രവും ഇറ്റലിയിലെ ടൂറിൻ യൂണിവേഴ്സിറ്റിയുമായി ഗവേഷണ രംഗത്ത് കൈകോർക്കുന്നു. ഇറ്റലിയിലെ പ്രശസ്തമായ ടൂറിൻ യൂണിവേഴ്സിറ്റിയിലെ കെമിക്കൽ ഇൻഡസ്ട്രീസ് വിഭാഗം തലവൻ പ്രൊഫസർ ഫ്രാൻസിസ്കോ ട്രോട്ട കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമഗ്രികളുടെ ഗുണനിലവാരം ഉയർത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിനായി നവംബർ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സന്ദർശിക്കുകയും പ്രസ്തുത വിഷയം സംബന്ധിച്ച് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഉദ്യോഗസ്ഥരുമായി വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു. നിർമ്മാണ മേഖലയിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിൻ്റെ സംഭാവനകൾ പ്രശംസനീയമാണെന്നും കെസ്നിക്കിൻ്റെ നൂതന സംരംഭമായ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉൾപ്പെടെയുള്ള മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുന്നതിന് ടൂറിൻ യൂണിവേഴ്സിറ്റി സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിതി കേന്ദ്രം സംഘടിപ്പിച്ച മീറ്റ് ദ ലുമിനറീസ് പരിപാടിയിൽ പങ്കെടുത്ത് ജീവനക്കാരുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇതോടനുബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓൺലൈൻ സൈറ്റുകൾ സന്ദർശിക്കുക. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.